ഹായ് ഗേസ്, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ പോകുന്നത് ഉപ്പുകുന്ന് എന്നൊരു ഉൾനാടൻ ഗ്രാമത്തിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെറുതോണിയിലാണ്. ഇവിടെ നിന്നും വലതുഭാഗത്തേക്കുള്ള റോഡിൽ, അതായത് തൊടുപുഴ റോഡിൽ കൂടി ഏകദേശം 20-ൽ പരം കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഉപ്പുകുന്നിലേക്ക് തിരിയുന്ന ഈ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ഇവിടെ നിന്നും ഉപ്പുകുന്നിലേക്ക് 2.5 കിലോമീറ്ററാണ് ദൂരം. അതിഭയങ്കര മഴയായിരുന്നു ഈ സമയം വരെ. അതിനാൽ റോഡ് മുഴുവൻ മഞ്ഞു മൂടി കാഴ്ച മറയ്ക്കുന്ന രീതിയിലായിരുന്നു അന്തരീക്ഷം. എന്താണെങ്കിലും മഴയൊന്ന് തോർന്നിരിക്കുന്നു. ഇപ്പോൾ അന്തരീക്ഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുകയാണെങ്കിലും മഴ മാറിയ നിലയിലാണ്. നമുക്ക് ഉപ്പുകുന്നിലേക്ക് പോകാം. ഈ വലതുഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. റോഡ് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണെങ്കിലും ഈ മഞ്ഞിൽ കൂടി യാത്ര ചെയ്യുവാൻ ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക ഫീലിംഗാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് കാണുവാനാണ് ഈ ടൂറിസ്റ്റുകളെല്ലാം ഇതുവഴി വരുന്നത്. മാത്രമല്ല, ഈ വഴിയിൽ കൂടി തൊടുപുഴയിൽ എത്തിച്ചേരുവാൻ ഒരു ഷോർട്ട് കട്ട് കൂടിയാണ്. പെരിങ്ങാശ്ശേരിയിലാണ് എത്തിച്ചേരുക. പെരിങ്ങാശ്ശേരിയിലേക്ക് ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ദൂരം. ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റിന് സമീപമിരിക്കുന്ന ഒരു മാടക്കടയാണിത്. അത്യാവശ്യം ചായ, കാപ്പി, ബീഡി, സിഗരറ്റ്, തേന് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. നമുക്ക് ഉപ്പുകുന്ന് സിറ്റിയിലേക്ക് പോകാം. ഉപ്പുകുന്നിലെ ഒരു ചെറിയ സിറ്റിയാണിത്. ഈ സിറ്റിയുടെ പേര് കള്ളിക്കൽ എന്നാണ്. ഇവിടെയാണ് മലയാള ചലച്ചിത്രം വെള്ളിമൂങ്ങ ഷൂട്ട് ചെയ്തത്. വെള്ളിമൂങ്ങയുടെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും നേരെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൊടുപുഴ പെരിങ്ങാശ്ശേരിയിൽ എത്തിച്ചേരാവുന്നതാണ്. നമുക്ക് പോകേണ്ടത് ഈ വലതുഭാഗത്തേക്കുള്ള ഈ റോഡിൽ കൂടിയാണ്. നമുക്ക് വൈദ്യരുടെ വീട്ടിലേക്ക് ഈ വലിയ കുത്തിറക്കം ഇറങ്ങിയാണ് പോകേണ്ടത്. എന്നെ കണ്ടപ്പോൾ ഈ സമീപവാസിയായ ഒരു യുവാവ് ഇവരാരടാ എന്നുള്ള ഭാവത്തിൽ തുറിച്ചു നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മുന്നോട്ട് വീണ്ടും യാത്ര തുടർന്നു. ഇതൊരു പാലമാണ്. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു പാറയുടെ മുകളിലാണ്. അതിനാൽ ഈ പാറയിൽ നിന്നും താഴേക്ക് ചാടുന്ന വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ ഭാഗത്ത് എവിടെയോ ആണ് വൈദ്യരുടെ വീട്. കൃത്യമായിട്ട് വീട് അറിയാത്തതിനാൽ ഈ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ചോദിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെയാ, നല്ല ചികിത്സയ്ക്കാണോ? നല്ല ചികിത്സയ്ക്കാണോ? അതെയോ? ചേച്ചിയുടെ പേരെന്നാ? മേരിക്കുട്ടി. റോഡുണ്ട്. വണ്ടി പോണയാണോ?
ആ അങ്ങോട്ട് മേളിലോട്ട് വണ്ടി ആ വളവ് വരെ വണ്ടി പോവുള്ളൂ. ആ, ആ ആ ബൈക്ക് പോവുകയല്ല. ഇവിടെ എന്തോരുണ്ടോ വളവിലേക്ക്? ഇച്ചിരി ഉള്ളൂ. ഇച്ചിരി ഉള്ളൂ അല്ലേ? വളവിൻ്റെ തൊട്ട് മേളിലിരിക്കുന്നത് വൈദ്യരുടെ തറവാടാണ്. ആ ആ ആ ആ ശരി ശരി. റോഡിൻ്റെ മേളിൽ. ആ ഓക്കെ. ഇത് മേരിച്ചേച്ചിയുടെ വീടാണ്. മേരിച്ചേച്ചി വൈദ്യുതി വീട്ടിലേക്ക് കൊണ്ട് വഴിയൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ കുറച്ചിട വഴി വളരെ മോശമായതിനാൽ വളരെയേറെ റിസ്ക് പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്തത്. ഇവിടം വരെയേ കോൺക്രീറ്റ് റോഡുള്ളൂ. ഇനി അങ്ങോട്ട് മണ്ണ് റോഡാണ്. ഞാൻ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി വെച്ചു. ഇനി കാൽനടയായിട്ട് വേണം യാത്ര തുടരുവാൻ. വലതുഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഈ റോഡിൻ്റെ അവസ്ഥ എത്ര മോശമാണ്. ഇവിടെ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ ഇവിടെ നിന്നും ഒരു 26-28 കിലോമീറ്റർ പോയാൽ ഇടുക്കി മെഡിക്കൽ കോളേജുണ്ട്. പക്ഷേ ഈ റോഡിൽ കൂടി ഒരു രോഗിയെ അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ്. കാരണം അഥവാ എത്തിച്ചെന്നാൽ തന്നെ ആ രോഗി തീർച്ചയായും മരിച്ചിരിക്കും. ഒരു ഗർഭിണിയെ ഈ വഴിയിൽ കൂടി ഓഫ് റോഡ് ജീപ്പിൽ ഇരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ആ ഗർഭിണിയുടെ അവസ്ഥ എന്താകും? എന്താണെങ്കിലും ആദിവാസി ക്ഷേമത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന എല്ലാ മഹാമനസ്കർക്കും മുൻപിൽ ഈ റോഡ് ഞാൻ കാഴ്ചവെക്കുകയാണ്. നിങ്ങൾ ഒന്നോർക്കുക, ആദിവാസികളും മനുഷ്യരാണ്. ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും അവർക്ക് കിട്ടിയേ തീരൂ. ഇതാണ് കല്ലുവാഴ. ഈ കല്ലുവാഴയുടെ കായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരുതരം ഉരുണ്ട പരിപ്പ് തല്ലിപ്പൊട്ടിച്ച് അതിനുള്ളിലിരിക്കുന്ന പൊടി പാലിൽ കലർത്തി കുടിച്ചാൽ മൂത്രാശയ രോഗങ്ങൾക്ക് അത്യുത്തമമാണെന്ന് ആയുർവേദത്തിൽ പറയുന്നു. കല്ലുവാഴ കുലച്ച് 7 ദിവസം കഴിയുമ്പോഴാണ് അതിനുള്ളിൽ
കട്ടിയുള്ള പുറന്തോടുകൂടി ഉള്ള പരിപ്പ് ഉണ്ടാവുക. ഇടതുഭാഗത്തേക്കുള്ള വഴിയാണ് വൈദ്യരുടെ വീട്ടിലേക്കുള്ളത്. നമുക്ക് ഇടതുഭാഗത്തേക്ക് തിരിയാം. ഇത് കുടംപുളിയാണ്. അങ്ങനെ നമ്മൾ വൈദ്യരുടെ വീടിനടുത്ത് എത്തിക്കഴിഞ്ഞു. പട്ടി കൂട്ടിലാണോ? വൈദ്യുതി വീടാണോ? ഉണ്ടായിരുന്നത് വൈദ്യുതിയുടെ വീടാണോ? ഇതുണ്ടോ? വൈദ്യർ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിയുന്നത് വരെ അവിടെ റെസ്റ്റ് ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണ് വൈദ്യരുടെ നെയിം പ്ലേറ്റ്. ആയുർവേദ വൈദ്യശാല ഉപ്പുമണ്ണ്, വൈദ്യൻ VR ശങ്കരൻ ഈന്തങ്കൽ. ഇവിടെയാണ് മരുന്നുകൾ തയ്യാറാക്കുന്നത്. ഇതാ വൈദ്യർ എത്തിക്കഴിഞ്ഞു. നമുക്ക് വൈദ്യരെ ഒന്ന് പരിചയപ്പെട്ടാലോ? വീട്ടിലുള്ള ചികിത്സയാണോ? അതെയോ? അപ്പോൾ ഈ വൈദ്യുതി ഈ പ്രധാനമായിട്ട് എന്നാ ചികിത്സയൊക്കെ ചെയ്യുന്നത്? എല്ലാ വീടുകളും ഉണ്ട്. ഈ വെരിക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ? വെർക്കോസിനൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതലാണ്. ഇന്ന് തന്നെ 4 പേര് വന്നു വെർക്കോസിൻ്റെ. ആദ്യമായിട്ട് വരുന്നതാണ്. വളരെ കുറഞ്ഞവരും ഇഷ്ടംപോലെ വരുന്നുണ്ട്. തീർത്തും മാറിയവരും ഉണ്ട്. അത് പെട്ടെന്നാകല മാസങ്ങൾ പോകും. പല രീതിയിൽ വരുന്ന ഈ പൊട്ടി ഒലിച്ച് ദ്രാവകമായിട്ട് ഇങ്ങനെ കാലിൻ്റെ ഭാഗത്തെ കൂടെ പോകും. മുറിവ് ഒരു കാലത്താലും ഉണങ്ങുകയല്ല. ഇതെല്ലാം ഉണക്കി ശരിയാകുമ്പോൾ 5-6 മാസമൊക്കെ വേണ്ടി വരും. ആരംഭം ഉണ്ടെങ്കിൽ ഒരു 2 മാസം 3 മാസം അത് കൂടുതൽ വേണ്ട. അതൊക്കെ ഉറപ്പാണ്. ഇഷ്ടം പോലെ ആൾ അതിൽ തന്നെ വരണം. വെർക്കോസിൻ്റെ തന്നെ. ഫീസൊക്കെ നിസ്സാരം മേടിക്കുന്നുള്ളൂ. നമുക്ക് തന്നെ എനിക്കിപ്പോൾ ഇത്ര പ്രായമൊക്കെ കാട്ടിൽ ചെന്ന് മരുന്നൊക്കെ പറിക്കാൻ വലിയ ബുദ്ധിമുട്ടും. അതിന് ഒരാളെ വിളിച്ചാൽ അതിന് ശമ്പളം കൊടുക്കണ്ടേ? ഒരു ദിവസം 1000 രൂപ വെച്ച് കൊടുക്കണം. അതിനൊക്കെ ഉള്ളതേ മേടിക്കുന്നുള്ളൂ. വലിയ തുക ഒന്നും മേടിക്കുന്നില്ല. ഈ കാട്ടിൽ നിന്ന് മാത്രമുള്ള മരുന്ന്. നാടുകളിൽ നിന്ന് അങ്ങാടിക്കടയിൽ നിന്ന് ഒരു സാധനം മേടിക്കാറില്ല. ഈ കാട്ടിൽ നിന്ന് ഞങ്ങൾ പഠിച്ച മരുന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഉള്ളു വനത്തിലൊക്കെ പോയാൽ ഒരു വലിയ മഴ പെയ്താൽ പിന്നെ കടന്നു വരികയല്ല. രാത്രി വരെ ചിലപ്പം വെള്ളം വലിയുന്നവരെ തോളിൻ്റെ അക്കരെ ഇരിക്കേണ്ടി വരും. അന്നേരം അട്ട പുഴു അതെല്ലാം ശരീരത്തിൽ കയറി കടിച്ച് രക്തം മൊത്തം അങ്ങ് ഒലിച്ചു പോകും. ഈ വനത്തിൽ മൊത്തം തോടല്ലേ? അതെ. വെള്ളം കുറയാതെ വനത്തിലുള്ള തോടിനൊന്നും പാലോ തടിയോ യാതൊന്നുമില്ല. അവിടെ ഇരുന്നോളം വെള്ളം മരിഞ്ഞു പോകണവരാ. അങ്ങനെ ആനയോ കല്ലിയോ കടുവ ഇങ്ങനെയൊക്കെ വരും. ഏറ്റവും ബുദ്ധിമുട്ട് തോട്ടപ്പുഴു. അത് കടിച്ചിങ്ങനെ രക്തം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ആരും വനത്തിൽ മരുന്ന് വരയ്ക്കാതെ തയ്യാറാകുകയില്ല. അതുകൊണ്ട് മരുന്നൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ടി ആണ് ശേഖരിക്കുന്നത്. അത് കാരണം വലിയ തുക ഒന്നും മേടിക്കുന്നില്ല. നിസാര തുകയെ മേടിക്കുള്ളൂ. അതുകൊണ്ട് മുതലാകല പണിക്കാർക്ക് കാശ് കൊടുക്കാൻ തികയുന്നില്ല. അങ്ങനെയാണ്. ആണ് 1 ലിറ്റർ കഷായത്തിന് 50 രൂപ മേടിക്കുള്ളൂ. 100 മില്ലി കുഴമ്പിനാണ് 50 രൂപ മേടിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും മേടിക്കുന്നില്ല. ഇപ്പം കാണുന്ന കാര്യത്തിന്
ഇപ്പോൾ ഇത്ര രൂപന്ന് എല്ലാവരും മേടിക്കണമല്ലോ. ഉവ്വ. അങ്ങനെയൊന്നും മേടിക്കുന്നില്ല. മരുന്നിൻ്റെ വില മാത്രം. മരുന്നിനും വിലയായിട്ട് മേടിക്കുന്നില്ല, നിസ്സാരമായിട്ടേ മേടിക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ട് നമ്മൾ ഒരു ചാർജ് വരുന്നത് പറയുന്നില്ല. ഇല്ല ഇല്ല. അപ്പോൾ വരുന്നവരുടെ ഒരു അങ്ങനെ കൂടുതൽ പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല, മേടിക്കും. അല്ലാതെ ഇന്നത് വേണമെന്നും പറഞ്ഞ് മേടിക്കില്ല. പിന്നെ മരുന്നിൻ്റെ വില അത് പറഞ്ഞ് മേടിക്കും. ഇപ്പം 100 മില്ലി കുഴമ്പ് കൊടുക്കുക. 100 മില്ലി കുഴമ്പിന് 50 രൂപ കൂടുതലല്ല. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ 100 മില്ലിക്ക് 100 രൂപയുടെ മുകളിൽ പോകും. ഞാൻ 50 മേടിക്കുള്ളൂ. അങ്ങനെ 75 രൂപ 100 രൂപയുടെ മുകളിൽ പോകും 100 മില്ലി കുഴമ്പരി. ഞാൻ 50 മേടിക്കുള്ളൂ. അത് പണിക്കൂലി ഇരിക്കുന്നത് കേടാ. എന്നാലും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കരുന്നോർത്ത് ഞാൻ കുറച്ചേ മേടിക്കുള്ളൂ. അതുകൊണ്ട് ഈ കിട്ടണ എനിക്ക് 10 പൈസ ഞാൻ മുറുക്കാൻ മേടിക്കാൻ ഇരിക്കുന്നത് കേടാ. നമ്മളെ പണിക്കാർക്ക് കാശ് കൊടുക്കാനേ തീരുള്ളൂ. തിരുവനന്തപുരത്തുനിന്ന് വരെ വരുന്നുണ്ട്. തിരുവനന്തപുരം, ചെന്ന, ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് വൈദ്യന്മാരോ ഡോക്ടർമാരോ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് വരുമ്പോൾ രോഗം മാറണുള്ളൂ, മാറാത്ത രോഗം മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്ര അകലെന്ന് വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഇവിടെ വരുന്നത്. 2 ദിവസം വേണം. തിരുവനന്തപുരത്ത് ഇവിടെ വരുമ്പോഴേക്കും സന്ധ്യയാവും. പിന്നെ പിറ്റേ ദിവസം കയറാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. ഇത് എവിടെ കിട്ടിയതാണ്? ഇത് കേന്ദ്രത്തെ പുറക്കാരമാണ്. അത് വായിച്ചു നോക്കും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹായത്തോടെ നടത്തുന്ന ആദിവാസി പൈതൃക പഠനത്തിൻ്റെ ഭാഗമായി നൽകുന്ന ആദരവ്. ഇതിനടിയിൽ എഴുതിയിരിക്കുന്നത് രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി, തിരുവനന്തപുരം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. ഇത്തരത്തിലുള്ള വലിയ അംഗീകാരമെല്ലാം കിട്ടിയ വൈദ്യരാണ് ശ്രീ ശങ്കരവൈദ്യ. ഫ്രെയിമൊക്കെ ഇട്ട് വൈദ്യർ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമൊക്കെല്ലാം അവർ തന്നെ ചെയ്ത് തരുന്നതാണ്. പിന്നെ അതുകൂടാതെ വേറെ എന്തൊക്കെ ചികിത്സകളെ? എല്ലാ ചികിത്സയും വാദം, പിത്തം, കഫം, അതുപോലെ ശ്വാസം മുട്ടൽ, ചുമ, പനി, പൊട്ടി ഒഴുകുന്ന അതൊന്നും പെട്ടെന്ന് മാറുന്ന അസുഖമല്ല. പതിയെ മാറുള്ളൂ. പൂർണ്ണമായിട്ട് മാറും. പതിയെ മാറുള്ളൂ. അത് ചിലപ്പോൾ മാസങ്ങൾ പിടിക്കും. എന്നാലും പൂർണ്ണമായിട്ടും മാറിയിരിക്കും. മാസങ്ങൾ പിടിക്കുന്നതിൻ്റെ കാര്യം രക്തശുദ്ധിയാക്കണം. രക്തശുദ്ധിയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നല്ല രക്തം പൂർണ്ണമായിട്ട് വരണമെങ്കിൽ മാസങ്ങൾ പിടിക്കും. നമ്മൾ മരുന്ന് കഴിച്ച് രക്തത്തെ ശുദ്ധിയാക്കുക. എന്നാലും ഇത് പൂർണ്ണമായിട്ടും മാറുള്ളൂ. അതുകൊണ്ട് മാസങ്ങൾ പിടിക്കും. അല്ല ഒറ്റയ്ക്ക് വന്ന് ഒരു നേരത്തെ മരുന്ന് കഴിച്ച് ആൾക്കാർ ഒരുപാട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു നേരത്തെ ഒറ്റമൂലിയല്ല, ഒരു പ്രാവശ്യം കഴിച്ചാൽ ഏത് അസുഖം മാറിക്കിട്ടുന്നു. നമ്മൾ അതാര് പറഞ്ഞാലും ശരിയല്ല. ഒറ്റമൂലി കൊണ്ട് ഒരു കാലത്താലും ഒരു നേരത്തെ മരുന്ന് കൊണ്ട് ഒരു അസുഖം മാറുകയില്ല. കുറച്ച് കിട്ടും. കുറഞ്ഞിട്ട് വേറെ മരുന്ന് കഴിച്ച് പൂർണ്ണമായിട്ട് മാറ്റിക്കളയണം. അല്ല ഒറ്റ നേരത്തെ മരുന്ന് കൊണ്ട് ഒരു രോഗം ഒരു മരുന്ന് കൊണ്ടും മാറുകയില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുള്ളതെന്ന് പറയും. നമ്മൾ ചെറുപ്പം തൊട്ട് അനുഭവമാണ് പറയുന്നത്. പാരമ്പര്യമായിട്ട് കിട്ടിയ തന്നെയാണോ? പാരമ്പര്യം കാരണന്മാർ തൊട്ടുള്ള കാരണന്മാർ പഠിപ്പിച്ച് വളർത്തി കൂടെ കൊണ്ടുവന്ന് ഇന്ന മരുന്ന് ഇന്ന ചെയ്യുക, ഇന്ന ലക്ഷണങ്ങൾ, ഇന്ന രോഗങ്ങൾ, ഇന്ന ലക്ഷണങ്ങൾ വരും. അതെല്ലാം പഠിച്ച് ക്ലിയറാക്കിയിട്ട് ആൾക്കാർ വരുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കുക. ഇന്നതുണ്ടോ ഇന്ന ഇല്ലയോ, അല്ലെങ്കിൽ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് അത് പഠിക്കുക. ഇന്ന രോഗം ഇന്ന മരുന്നിനെ മാറുകയുള്ളൂ എന്ന് പഠിച്ചിട്ടേ മരുന്ന് കൊടുക്കുകയുള്ളൂ. ഓരോരുത്തരും മരുന്ന് അയച്ചു തരുമോ എന്ന് പറയും. രോഗം മനസ്സിലാക്കി അവർ പറയുന്ന രോഗത്തിന് മരുന്ന് കൊടുത്താൽ മരുന്ന് അയക്കാല. പിന്നെ ഞാൻ കുറ്റക്കാരനാവും. അതുകൊണ്ട് ഇവിടെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കുള്ളൂ. അല്ലാതെ മരുന്ന് കൊടുക്കാല. ഇത് രോഗങ്ങൾ പഠിക്കണം. ഇവിടെ വന്ന് നമ്മളെ മരുന്ന് എന്ത് ചെയ്യണം,
ആ. എന്താണെന്ന് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം എത്ര വർഷമായി ചികിത്സ തുടങ്ങിയിട്ട്? എത്ര വർഷമായി? ഞാൻ തീരെ ചെറുപ്പത്തിലെ കാരണന്മാരുടെ കൂടെ തുടങ്ങിയതാണ്. ഓ, കഴിഞ്ഞ അടിമാലിയെ വളർത്തൊക്കെ വർഷങ്ങൾ ഇരുന്നു. 10-30 വർഷം തൊഴിൽ 10-12 തൊഴിൽ ഇരുന്നു. പ്രായമൊക്കെ ആയപ്പോൾ ഈ മരുന്നൊക്കെ ചോക്കാനും കൊണ്ടുപോകാനും കൃത്യമായിട്ട് ചെയ്യാനൊന്നും പറ്റാത്തൊരു കണ്ടീഷൻ വന്ന് വീട്ടിലാക്കിയിരുന്നത്. അപ്പോൾ നമ്മുടെ വൈദ്യര് അടിമാലിയിലും തൊടുപുഴയിലും വാളറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വൈദ്യശാലയിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പ്രായാധികം കൊണ്ട് വീട്ടിലായി ചികിത്സ നടത്തുന്നത്. അപ്പോൾ ഈ അതായത് നമ്മുടെ പാമ്പ് കടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷചികിത്സയുണ്ട്. മറ്റേ തീപ്പൊള്ളൽ അങ്ങനെയുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവിധ രോഗങ്ങൾക്കും തീയൊക്കെ പൊള്ളി ഉടനെ ആണെങ്കിൽ പൊട്ടുകയല്ല, ആ മരുന്നെടുത്ത് തേച്ചാൽ അന്നേരം തൊങ്ങിപ്പോയിക്കോളും. താമസിച്ച് വന്നാലും അപ്പാട് ഉറപ്പായിട്ട് മാറിയിരിക്കും. തീ പൊള്ളിയാന്ന് ആരും പറയാല. മറ്റേ തീ പൊള്ളുന്ന ഭാഗത്തൊരു വെള്ളക്കടലൊക്കെ വരികയല്ലേ, ആ വെള്ളക്കടലൊന്നും വരികയല്ല. അതിനുള്ള പച്ച വെള്ളമുണ്ട്, അതൊന്ന് കെട്ടി കൊടുത്താൽ മതി, കടൽ വരെ മാറിപ്പോകും. അപ്പം പിന്നെ നമുക്ക് ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളപ്പൊക്ക് അതിനുള്ള മരുന്നുണ്ട്. മാസമുറ ക്ലിയറാകാതെ വരുന്നവർക്ക് അതിനുള്ളതുണ്ട്. മാസമുറ കൂടുതലാകുന്നവർക്ക് നിൽക്കാനുള്ളതുണ്ട്. അതുകൂടാതെ ഒട്ടും ഇല്ലാത്തവർക്ക് വരാനുള്ളതുണ്ട്. എല്ലാം പച്ച മരുന്നുകളാണ്. ഈ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ, ക്യാൻസർക്ക് ഞാൻ മരുന്ന് കൊടുക്കാറില്ല. ഇല്ല, ബാക്കിയുള്ള എല്ലാ രോഗങ്ങളും അത് കൂടുതലാകുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് വരുമ്പോൾ കണ്ടുപോകാനും കൂടുതലായിട്ട് ആൾക്കാർ വരുള്ളൂ. അതൊരു ആശുപത്രി കൂടെ നടക്കും. ഇത് കണ്ടുപോകാനും കൂടുതലല്ല. നമ്മുടെ പച്ചമരുന്നൊക്കെ പിടിച്ചു വരാൻ ഒരുപാട് താമസമാണ്. വേദന അപ്പോൾ കഴിക്കാൻ പറ്റില്ല. ആശുപത്രികളിലെ കുളികൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ മാറ്റി വരും. പിന്നെ വേദന അറിയാല. അതിന് മരുന്നൊന്നും കൊടുക്കുന്നില്ല. അലോപ്പതിയിൽ ചീട്ടെന്ന് പറയുമ്പം വലിയ തല കരിച്ചു കളയുക. അതെ, ആയുർവേദത്തിൽ ചൂടോടെ അങ്ങ് പോകും. അന്നേരം താമസം ഒരുപാട് വരും. അങ്ങനെയാണ്. അപ്പം ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉപ്പുകുന്ന്. നമ്മളങ്ങനെ ഈ കിഡ്നി സ്റ്റോൺ, അതായത് മൂത്രത്തിൽ കല്ല് അതിൻ്റെയും മരുന്നുണ്ട്. മൂത്രത്തിലാണ് ഒരു 3 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് പോകും. കിഡ്നിയിലോ പതപ്പിലാണെങ്കിൽ ഒരു 6 മാസം വേണ്ടി വരും. പൊളിച്ച് കളയണ്ടേ, പൊടിഞ്ഞ് തരിയായിട്ട് മൂത്രത്തിൽ കൂടെ പോകണം. ഇങ്ങനെ പോകണമെങ്കിൽ മാസങ്ങൾ നീണ്ടുപോകും. അതെ, മൂത്രത്തിലാണ് 2-3 ആഴ്ച മതി കംപ്ലീറ്റ് പോയിക്കോളും. വലിയ കല്ലാണ് ചെറിയ കല്ലാണേലും പോയിക്കോളും. മറ്റുള്ള ഭാഗത്ത് എവിടെയാണേലും മാസങ്ങൾ നീണ്ടുപോകും. പൊടിഞ്ഞ് ചെറിയ തോതിലേ പോകാൻ പറ്റുള്ളൂ, എല്ലാ പോകാൻ. പിന്നെ ഈ ഒടിവ് ചതവ് അങ്ങനെയുള്ള ചതവിലേക്കുള്ള നമ്മൾ ഇപ്പം പ്രായമുണ്ട്, വെച്ച് കെട്ടൊന്നും എനിക്കില്ല. കുഴമ്പ്, എണ്ണ, കിഴി ഇങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. ഒടിഞ്ഞ് തകർന്നൊക്കെ നേരത്തെ ശരിയാക്കിക്കൊണ്ടിരുന്ന ഇപ്പം എനിക്കതിന് പറ്റിയല്ല. പ്രായമുണ്ട്, ഈ മരുന്നുണ്ടാക്കി കൊണ്ടുവന്ന് ശരിയാക്കാനൊന്നും ബുദ്ധിമുട്ടാണ്. എടുക്കുന്നില്ല. പിന്നെ കയ്യോ കാലൊന്ന് ഉളുത്തി തെന്നി ഇങ്ങനെയൊക്കെ വന്നാൽ തിരുമ്പി ഒന്ന് വലിച്ചിടും, അത് ക്ലിയറാക്കും. മക്കളൊന്നും താല്പര്യമില്ല. എത്ര കൊടിയ വിഷമാണെങ്കിലും പച്ചമരുന്ന് കൊണ്ട് മാറും എന്നാണ് വൈദ്യർ അവകാശപ്പെടുന്നത്. പിന്നെ ചികിത്സ ഏറ്റെടുക്കാൻ പുതിയ തലമുറ തയ്യാറല്ല എന്നൊരു പരാതിയും വൈദ്യർക്കുണ്ട്. മാത്രമേ കല്ല് ഒരുപാട് ആൾക്കാർക്ക് കല്ലുണ്ട്, എനിക്ക് കല്ലില്ല. അതിന് പച്ചമരുന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ കൊടുക്കും, പുറമേയും കൊടുക്കും. ഉള്ളിൽ കൊടുക്കുന്ന കുറവാണ്,
അത്ര വിഷമുള്ളേ ഉള്ളിൽ കൊടുക്കാറുള്ളൂ. നമ്മുടെ വൈദ്യർക്ക് ഈ ഇത് മാത്രമല്ല വേറെയും ചില ചികിത്സകൾ അറിയാം. അതെന്തൊക്കെയാണ്? പ്രഷർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള അസുഖം, പിന്നെ മൂലക്കുരുവ്, അൾസർ, ഉള്ളിൽ വയറ്റിൽ പരിക്കണുണ്ടാകുക, അത് പൊട്ടി ഒലിക്കുക, മൂത്തിനകമേ രക്തം പോവുക, ഇങ്ങോട്ട് എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡോക്ടർമാർ ഉപേക്ഷിച്ച് വിടുന്ന രോഗികളുടെ നമ്മളിവിടെ ചികിത്സിക്കുകയാണ്. അപ്പോൾ ഈ പ്രഷർ, പ്രമേഹം, അൾസർ, മൂലക്കുരു തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഉണ്ട്. നമ്മുടെ വൈദ്യരുടെ വൈദ്യരെടുത്ത് വന്ന ചികിത്സയുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നും വൈദ്യരെ കാണാൻ എത്തുന്നവർ ഇടുക്കി തൊടുപുഴ റൂട്ടിൽ കുളമാവിലിന് സമീപം ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് എന്നൊരു ബോർഡ് റോഡിൻ്റെ സൈഡിൽ കാണാവുന്നതാണ്. അതിലെ 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉപ്പുകുന്നിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഇവിടെ തൊട്ടരികിലായി ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടാലോ? ഇതാണ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രം. ഇവിടെ ഒരു ഭണ്ഡാരക്കുറ്റിയെല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ചൂരൽ കസേരകൾ, ചൂരൽ കൊട്ടകൾ, ചൂരൽ കൊണ്ടുള്ള ഊഞ്ഞാലുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ചൂരലാണ് ഇതാ നമ്മളിവിടെ ഈ കാണുന്നത്. ഇതൊരു വലിയ വടവൃക്ഷമാണ്. ഇത് താഴെ എത്തുന്നതിന് മുൻപ് 3 തിരിഞ്ഞിരിക്കുന്നു. അതിനുള്ളിലാണ് വനദുർഗയെ കുടിയിരുത്തിയിരിക്കുന്നത്. ഇതാണ് തോട്ടപ്പുഴു. ഇതിനെ പലർക്കും പേടിയാണ്. എനിക്കും ഇത് പേടിയാണ്. ഇത് കാലിൽ നിന്ന് കയറിയാൽ നമ്മൾ ആരും അറിയില്ല. എൻ്റെ കാലിൽ എപ്പോഴോ കയറിയിരുന്ന് ചോര കുടിച്ച് വീർത്തിരിക്കുന്നതാണ്. കാലിൽ ചെറിയൊരു നനവ് ഉണ്ടായപ്പോഴാണ് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിപ്പോൾ എൻ്റെ രക്തം കണ്ടമാനം കുടിച്ച് ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.